നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളോട്, പ്രത്യേകിച്ചും ദലിത് ആദിവാസി വിഭാഗങ്ങളോടും അവർക്ക് ഭരണഘടന കൊടുക്കുന്ന പരിഗണനകളും പരിരക്ഷകളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിലും സർക്കാർ കാണിച്ചത് വലിയ അനാസ്ഥയാണ്. മാപ്പർഹിക്കാത്ത ഒരുതരം അനാസ്ഥയാണ്, അവഗണനയാണ്. ദലിത് വിഭാഗങ്ങളെ, അവരുടെ സാമുദായിക സംഘടനകളെ, സാമുദായിക സംഘടനാ നേതാക്കളെ ഒക്കെ തന്നെയും ചെറിയ തരത്തിലുള്ള വാഗ്ദാനങ്ങളും അതേപോലെയുള്ള ചെറിയ ഇളവുകളും കൊടുത്തുകൊണ്ട് കൂടെ നിർത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയ നയമാണ് 10-70 വർഷക്കാലമായി അനുവർത്തിച്ചു വരുന്നത്. പിണറായി മന്ത്രിസഭയ്ക്ക് തൃപ്തികരമായ ഒരു മാർക്ക് കൊടുക്കാൻ അവരുടെ ഭരണത്തെ വിലയിരുത്തിയാൽ സാധിക്കുകയില്ല. പൊതുവിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നോക്കിയാലും, പ്രത്യേകിച്ചും ദലിത് ആദിവാസി വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് പരിശോധിച്ചാലും പിണറായി സർക്കാരിന് 25 മാർക്കിന് താഴെ മാത്രമേ നമുക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം വലിയ പുവർ ഗവർണൻസാണ് പിണറായി ഗവൺമെൻറ് യഥാർത്ഥത്തിൽ പിന്തുടർന്നത്. ഭരണഘടനാപരമായ ഒരു ധാർമ്മികതയോ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളോട്, പ്രത്യേകിച്ചും ദലിത് ആദിവാസി വിഭാഗങ്ങളോടും അവർക്ക് ഭരണഘടന കൊടുക്കുന്ന പരിഗണനകളും പരിരക്ഷകളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിലും സർക്കാർ കാണിച്ചത് വലിയ അനാസ്ഥയാണ്. മാപ്പർഹിക്കാത്ത ഒരുതരം അനാസ്ഥയാണ്, അവഗണനയാണ് പിണറായി ഭരണകൂടം കാണിച്ചത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭരണസഭ സംവിധാനത്തിൽ ഭരണപക്ഷത്തിൻ്റെ സമീപനങ്ങളെ ചോദ്യം ചെയ്യുക, സ്വാഭാവികമായിട്ടും അവരുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുക, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നതെല്ലാമാണ് പ്രതിപക്ഷ ധർമ്മം. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു മുന്നണി രാഷ്ട്രീയത്തെ നോക്കിയാൽ ഈ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും അതിനുവേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിനുവേണ്ടിയുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തുന്ന കാര്യത്തിലും രണ്ട് മുന്നണികൾക്കിടയിലും വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുകയില്ല. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷം അതിൻ്റെതായ റോള്, ഇപ്പോൾ പോലീസ് നയത്തിൻ്റെ കാര്യത്തിൽ, ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ, മറ്റ് ജനറൽ വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അഴിമതിയുടെ വിഷയത്തിലും ഒക്കെ തന്നെ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് എന്നാണ് അഭിപ്രായം. അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ സാധാരണക്കാരെ, പ്രത്യേകിച്ചും മാർജിനലൈസ്ഡായിട്ടുള്ള പാർശ്വവൽക്കൃത വിഭാഗങ്ങളെ അവഗണിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾ ഏറ്റെടുക്കാൻ ഇത്തരം സമൂഹങ്ങൾ സ്വയം നിർബന്ധിതരാവുകയും അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ സമാന്തരമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുക എന്നത് സ്വാഭാവികമാണ്. അത് അനിവാര്യമായും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ അവഗണന നേരിടുന്ന, സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്ന അടിസ്ഥാന വിഭാഗങ്ങൾ അത്തരം പ്രശ്നങ്ങളെ സാമൂഹ്യമായി ഉയർത്തിക്കൊണ്ടുവരികയും രാഷ്ട്രീയമായി ഉന്നയിക്കുകയും അത് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ശക്തമായ നിലപാടുകളായി, പ്രക്ഷോഭങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വലിയ പുരോഗതി കാണാൻ സാധിക്കുന്നില്ല. അതിൽ ഒരു പരിധിവരെ കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയം അവരുടെ പിന്നാമ്പുറങ്ങളിൽ ഈ രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളെ, പ്രത്യേകിച്ചും കേരളത്തിലെ ദലിത് വിഭാഗങ്ങളെ, അവരുടെ സാമുദായിക സംഘടനകളെ, സാമുദായിക സംഘടനാ നേതാക്കളെ ഒക്കെ തന്നെയും ചെറിയ തരത്തിലുള്ള വാഗ്ദാനങ്ങളും അതേപോലെയുള്ള ചെറിയ ഇളവുകളും കൊടുത്തുകൊണ്ട് കൂടെ നിർത്തുക എന്ന് പറയുന്ന രാഷ്ട്രീയ നയമാണ് 10-70 വർഷക്കാലമായി അനുവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് സംഘടിതമായി ജനങ്ങൾ ചേർന്ന് നിൽക്കുന്ന കേരളത്തിലെ ദലിതർക്കിടയിലെ, പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിലെ സംഘടിത സാമുദായിക സംഘടനകൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം അവരുടെ പോഷക സംഘടനയെ പോലെ നിലകൊള്ളുന്നു എന്നത് ദുഃഖകരമാണ്. ഇതിന് പുറത്ത് ആദർശാധിഷ്ഠിതമായി, പ്രത്യയശാസ്ത്രാധിഷ്ഠിതമായി ഉയർന്നു വരുന്ന മോഡേൺ ദലിത് മൂവ്മെൻറ്റുകൾ മാത്രമാണ് കാര്യമായി ദലിത് അജണ്ടകൾ ഉന്നയിക്കുന്നത്. പക്ഷേ മാസീവായിട്ടുള്ള മൊബിലൈസേഷനോ അതിശക്തമായ ജനകീയ അടിത്തറയോ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സമാന്തര രാഷ്ട്രീയം ഉയർത്തുന്ന കാര്യത്തിൽ ആശാവഹമായ പുരോഗതി കേരളത്തിലെ ദലിത് പ്രസ്ഥാനങ്ങൾ കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായി അത്തരം ഉണർവുകൾ അനുഭവങ്ങളുടെയും
അതേപോലെ വിശകലനങ്ങളുടെയും പ്രത്യയശാസ്ത്രപരമായ ഒരുതരം ഇടപെടലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ദലിത് സമൂഹത്തിനിടയിൽ, ആദിവാസി സമൂഹത്തിനിടയിൽ ഇന്നൊരു പുതിയ ഉണർവ് വന്നിട്ടുണ്ട്. ആ ഉണർവിൻ്റെ ഫലമായി സംവരണം പോലെ വിഷയങ്ങളെ വെച്ചുകൊണ്ട് ഭൂമിയുടെയും വികസനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘാടനത്തിലേക്ക് ഇന്ന് കേരളത്തിലെ ദലിതർ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അത് ആ നിലയ്ക്കൊരു തുടക്കമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി ദേശീയ തലത്തിൽ സംവരണത്തിനെതിരായി സുപ്രീം കോടതി വിധി വന്നപ്പോൾ 2024 ഈ ഉപസംവരണ ക്രീമിലെയർ വിധി വന്നപ്പോൾ ആ വിധിക്കെതിരെ ദേശവ്യാപകമായി ഇന്ത്യയിലെ ദലിത് പ്രസ്ഥാനങ്ങൾ പ്രക്ഷോഭ രംഗത്തിറങ്ങി, ദേശീയ ബന്ദ് നടത്തപ്പെട്ടു. അതിനോട് ഭാഗമായി കേരളത്തിൽ വ്യത്യസ്തങ്ങളായ ദലിത് സംഘടനകൾ, സമുദായ സംഘടനകൾ, ആദ്യമായി കേരളത്തിലെ അംബേദ്കറൈറ്റ് അടിത്തറയുള്ള ദലിത് പ്രസ്ഥാനങ്ങളും കേരള ദലിത് പാന്തേഴ്സ് ഉൾപ്പെടെയുള്ള ഗോത്ര മഹാസഭ ഉൾപ്പെടെയുള്ള അത്തരം സംഘടനകൾ, ഒപ്പം സമുദായ സംഘടനകൾ, KPMSൻ്റെ ശക്തമായ ഒരു വിനോദിൻ്റെ നേതൃത്വത്തിലുള്ള KPMSൻ്റെ വിഭാഗം, അതേപോലെ ചേരമർ സംഘം, കേരള ചേരമർ സംഘം, അങ്ങനെ തുടങ്ങിയ IR സദാനന്ദൻ സാർ നയിക്കുന്ന വേലൻ മഹാസഭ, ഇങ്ങനെ കേരളത്തിലെ ഏതാണ്ട് 65-ലധികം ദലിത് ആദിവാസി സമുദായ സംഘടനകൾ ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയും ഈ സംവരണ വിഷയത്തിൽ ഒരു പൊതു നിലപാട് സ്വീകരിക്കുകയും ആ നിലപാടിൽ നിന്ന് ഇന്ന് അത് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന രൂപത്തിലുള്ള വളരെ കെട്ടുറപ്പുള്ളൊരു പ്ലാറ്റ്ഫോം ആയിട്ട് അത് വികസിച്ചിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോമിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കൃത്യമായി ദലിതരുടെ പ്രശ്നത്തെ രാഷ്ട്രീയം ഉന്നയിക്കാൻ ഇന്ന് ഈ ഫോറം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദലിത് ആദിവാസി വിഭാഗങ്ങളോട് കാണിച്ച നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ADF ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കുക എന്നതാണ്. ഈ ബഹുജൻ സമാജ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യം പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കാരണം ഏതാണ്ട് 40 വർഷക്കാലത്തെ ചരിത്രമുള്ള ഒരു ദേശീയ പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി. മഹാനായ ബാബാ സാഹേബ് അംബേദ്കർക്ക് ശേഷം ഇന്ത്യയിലെ ദലിതുകളെ ഏറ്റവും അധികം രാഷ്ട്രീയമായി സ്വാധീനിക്കുകയും അവരെ സംഘടിപ്പിക്കുകയും അവരെ അധികാര രാഷ്ട്രീയത്തിലേക്ക് ആനയിക്കുകയും ചെയ്ത അതിശക്തനായ ഒരു നേതാവായിരുന്നു മഹാനായ കാൻഷിറാം. അദ്ദേഹം കെട്ടിപ്പടുത്ത ഒരു പാർട്ടി എന്ന നിലയിലും രണ്ടാമതായി ആ പാർട്ടി ഇന്ത്യയിലെമ്പാടുമുള്ള ദലിത് ആദിവാസി വിഭാഗങ്ങളിൽ വലിയ നിലയിലുള്ള പ്രതീക്ഷ ജനിപ്പിക്കുന്നുണ്ട്. ഏതാണ്ടൊരു 90കളിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള വിദ്യാഭ്യാസമുള്ള, എലൈറ്റായിട്ടുള്ള, ഇൻ്റലക്ച്വലി കപ്പാസിറ്റിയുള്ള മുഴുവൻ ദലിതരുടെയും മനസ്സിനെ അവരെ ആകർഷിക്കുവാനും ആ നിലയ്ക്ക് വലിയ പ്രതീക്ഷ ഒരു എഡ്യൂക്കേറ്റഡ് സെഗ്മെൻറ്റ് സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതുകൊണ്ടാണ് കാൻഷിറാമിൻ്റെ അദ്ദേഹം നയിച്ച ബാംസഫിൽ ഒരു വലിയ ശതമാനം ഇന്ത്യയിലെ ദലിത് ഉദ്യോഗസ്ഥന്മാർ, ദലിത് ഇൻ്റലക്ച്വൽസ് അണിചേർന്നത്. അതിൻ്റെ തണലിൽ ബഹുജൻ സമാജ് പാർട്ടി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴും ഇന്ത്യയിലെമ്പാടുമുള്ള ദലിത് വിഭാഗങ്ങൾ വളരെ ആവേശത്തോടെ ആ പാർട്ടിയെ സ്വീകരിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് കേരളത്തിലും BSP വരുന്നത്. പക്ഷേ കേരളത്തിലെ ഏതാണ്ട് ഒരു 10-35 വർഷക്കാലത്തിലധികമുള്ള ബഹുജൻ സമാജ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുക. ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ അധികാരത്തിലിരിക്കുകയും ഉത്തർപ്രദേശിൽ 4 പ്രാവശ്യം അധികാരത്തിൽ ഇരുന്നൊരു പാർട്ടിയാണ് BSP. മായാവതി തുടർച്ചയായിട്ട് ഒരു സ്റ്റേറ്റിൽ മുഖ്യമന്ത്രിയായി. അപ്പം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു ഭരണകക്ഷിയായി ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ പിൻബലത്തോടെ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഈ മാർജിനലൈസ്ഡായിട്ടുള്ള അധസ്ഥിത വിഭാഗങ്ങളുടെ ഒരു വിമോചനാത്മകമായ രാഷ്ട്രീയം ഉയർത്തിയൊരു പ്രസ്ഥാനം എന്ന നിലയിൽ അത് ഇന്ത്യയിലെമ്പാടും ആവേശം ജനിപ്പിക്കേണ്ടതാണ്. വടക്കേ ഇന്ത്യയിലെ പോലെ, UP-യിലെ പോലെ ദക്ഷിണേന്ത്യയിലും കേരളത്തിലുമുള്ള ദലിതരിൽ ആവേശവും പ്രതീക്ഷയും സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു സമാന്തരമായ മുന്നേറ്റം BSPയുടെ കാര്യത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. അന്നും ഇന്നും BSP കേരളത്തിലുണ്ട് എന്നതും ഇപ്പോഴും BSP തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് മത്സരിക്കുന്നുണ്ട് എന്നതും BSP എന്ന പാർട്ടിയുടെ വക്താക്കളായി ഏതാണ്ട് 4 നൂറ്റാണ്ടിലധികമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ജില്ലകളിലും സാധാരണക്കാരായ ദലിതുകൾ ഇപ്പോഴും അതിൻ്റെ അണികളായി നിൽക്കുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ 1% അപ്പുറത്തേക്ക് കേരളത്തിൽ ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ഒട്ടുക്ക് വോട്ടുകൾ സമാഹരിക്കുന്ന കാര്യത്തിലോ
മാസീവായി കേരളത്തിലെ ബഹുജനങ്ങളെ ഒരു ബഹുജന അടിത്തറ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലോ പാർട്ടി കേരളത്തിൽ വിജയിച്ചിട്ടില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസവും ബഹുജൻ സമാജ് പാർട്ടിയുടെ കേരള ചുമതലയുള്ള അതിൻ്റെ ദേശീയ നേതാക്കളുമായി കോട്ടയത്ത് വെച്ച് ഒരു കൂടിക്കാഴ്ച, എറണാകുളത്ത് വെച്ചൊരു കൂടിക്കാഴ്ച ഞാനും ഗീതൻ മാഷും അതേപോലെ IR സാനന്ദ് സാറും ഒക്കെ നടത്തിയിരുന്നു. അതിൽ സ്വാഭാവികമായും നമ്മൾ ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഒന്ന്, കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കേരളത്തിൻ്റെ തനതായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഒരു തനത് നയം കേരളത്തിൽ സ്വീകരിക്കാനും കേരളത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കാനും BSPക്ക് കഴിഞ്ഞതായിട്ട് കാണുന്നില്ല. അതൊരു വലിയ പോരായ്മയായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ഒരു രാഷ്ട്രീയത്തെ അതേപോലെ ഇവിടെ അനുകരിക്കാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ പോലും രാഷ്ട്രീയം ഒരു തലൈവർ കൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു സിനിമാ കൾട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലീഡർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ ആണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണുന്ന കാര്യത്തിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെ അവർ ഓരോ വിഷയങ്ങളിലും ഇപ്പോൾ കാതലായി ജനങ്ങളെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസമാണെങ്കിലും തൊഴിലാണെങ്കിലും അതേപോലെ വികസനമാണെങ്കിലും പരിസ്ഥിതിയാണെങ്കിലും മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന മറ്റിതര വിഷയങ്ങളിലും ഒക്കെ ഒരു പാർട്ടി എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കുന്നു, ആ നിലപാടിൽ നിന്നുകൊണ്ട് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ജനകീയമായ അജണ്ടകൾ എന്തെല്ലാമാണ്, ഇതൊക്കെ നോക്കിയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു പാർട്ടിയെ സ്വീകരിക്കുന്നത് എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ബഹുജൻ സമാജ് പാർട്ടിക്ക് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, ആദിവാസികളും ദലിതുകളും അടക്കം അനുഭവിക്കുന്ന ഭൂമിയുടെ രാഷ്ട്രീയത്തെ ഉയർത്തുന്ന കാര്യത്തിൽ, അവരുടെ തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഉയർത്തുന്ന കാര്യത്തിൽ, അവർ നേരിടുന്ന പലതരത്തിലുള്ള സാമൂഹ്യ വെല്ലുവിളികളെയും മറ്റും അഭിമുഖീകരിക്കുന്ന, അതിനെ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു കൃത്യമായ നയം, പോളിസിയോ പ്രോഗ്രാമോ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. BSP എന്തുകൊണ്ട് ഇത് ജനകീയമാകുന്നില്ല എന്നുള്ളതിനൊരു കാരണമാണ്. രണ്ടാമത്, ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ബോൾഡായിട്ട് ഇതുപോലുള്ള സമൂഹങ്ങളുടെ മുമ്പിൽ നിൽക്കാനും അവർക്ക് വേണ്ട ധൈര്യവും ആത്മവിശ്വാസവും പ്രതീക്ഷയും കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ജനകീയ സ്വഭാവമുള്ള, ജനാധിപത്യ സ്വഭാവമുള്ള ഒരു നേതൃത്വവും ശക്തമായി കെട്ടുറപ്പുള്ള നേതൃത്വം അവതരിപ്പിക്കുന്ന കാര്യത്തിലും കേരളത്തിലെ BSPക്ക് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. സ്വാഭാവികമായിട്ടൊരു ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന കാര്യത്തിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന ഒരു തരം മാനേജ്മെൻറ്റിൻ്റെ അത്തരം കാര്യങ്ങളും പാർട്ടി വേണ്ട രീതിയിൽ അകത്ത് ഒരുപക്ഷെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണുന്നില്ല. ഇത്തരം കാരണങ്ങളാലൊക്കെ പാർട്ടി ഇപ്പോഴും വളരെ കുറഞ്ഞ ആൾക്കാരിൽ മാത്രമായിട്ട് നിലകൊള്ളുകയാണ്. കുറച്ചുകൂടെ CK ജാനുവിൻ്റെ അവർ നേതൃത്വം കൊടുക്കുന്ന JRP എന്ന രാഷ്ട്രീയ രൂപവും ഒപ്പം ജാനു ഉയർത്തുന്ന ഒരു രാഷ്ട്രീയവും ഏകദേശം കേരള സമൂഹത്തിൽ വളരെ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ മാത്രമാണ്. അതിനു മുമ്പ് ആദിവാസി സമരത്തിൻ്റെ, ഭൂസമരങ്ങളുടെയും അതിനുശേഷം നടന്ന മുത്തങ്ങ സമരത്തിൻ്റെയും അതിനുശേഷമൊക്കെയുള്ള ഗോത്രമഹാസഭയുടെ രൂപീകരണം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജാനുവും മറ്റും അന്ന് യോജിച്ച് ഗീതൻ മാഷും ജാനുവുമൊക്കെ ചേർന്നുകൊണ്ടുള്ള ഇടപെടലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഒരു മുന്നണി സമ്പ്രദായമാണ്, ഒരു കൊളീഷൻ പൊളിറ്റിക്സാണ് കേരളത്തിലുള്ളത്. സ്വാഭാവികമായിട്ടും ഈ മുന്നണിയുടെ ഭാഗമാകുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ അധികാരവുമായി ബന്ധപ്പെടാനും അധികാരത്തിൽ വേണ്ട തരത്തിൽ ഇടപെടാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു പടവ്, ഒരു ഘട്ടം എന്ന് പറയുന്നത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുക എന്നതാണ്. ആ നിലയ്ക്ക് JRP ഇന്ന് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നത് വളരെ വലിയ പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് JRPയും CK ജാനുവും കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് പരിഗണിക്കപ്പെടേണ്ട ഒരു ഘടകമായും ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏതാണ്ട് 70 വർഷക്കാലത്തെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒരു ദലിത് ആദിവാസി പക്ഷത്തു നിന്നുള്ള ഒരു സംഘടനയെ, അത് പാർട്ടിയാകട്ടെ ഈവൻ നോൺ പൊളിറ്റിക്കലായാലും പൊളിറ്റിക്കലായാലും ഒരു സംഘടിതമായ ഒരു വിഭാഗത്തെ
ഈ ആദിവാസികൾക്കിടയിൽ നിന്ന് ദലിതർക്കിടയിൽ നിന്ന് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്. മറ്റ് പല വിഭാഗങ്ങളിൽ ഇപ്പോൾ സാമുദായികമായിട്ടുള്ള മറ്റ് പല ഗ്രൂപ്പുകൾ, ഇപ്പോൾ കേരള കോൺഗ്രസ് പലതും കൂടുതലും ക്രൈസ്തവ ഗ്രൂപ്പുകളാണ്. മറ്റൊന്ന് കേരളത്തിലെ മറ്റിതര ചില സമുദായങ്ങൾക്ക് ഡോമിനേഷനുള്ള ഇത്തരം ഗ്രൂപ്പുകളുണ്ട്. INL പോലെയുള്ള പാർട്ടികൾ നമുക്കറിയാം, അതിലും സാമുദായിക അടിത്തറയാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അതേപോലെ കേരളത്തിലെ ഇപ്പോൾ JSS ഒരു ഈഴവ പശ്ചാത്തലമുള്ള JSSനെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗം അംഗീകരിച്ചപ്പോഴും കേരളത്തിലെ ഏതെങ്കിലും ഒരു ദലിത് പ്രസ്ഥാനത്തെ രാഷ്ട്രീയ സ്വഭാവം പുലർത്തിയ ILPയെ പോലും കല്ലസുകുമാരൻ നേതൃത്വം കൊടുത്ത പോൾസാർ നേതൃത്വം കൊടുത്ത ILP ഒന്നും ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ഈ പറയുന്ന പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്താൻ കേരളത്തിലെ പ്രബല പാർട്ടികൾ തയ്യാറായിരുന്നില്ല. അതിൽ ഇന്നൊരു മാറ്റം വന്നിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി CK ജാനുവിനെയും അവർ നയിക്കുന്ന JRPയെയും UDFൽ ഒരു അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് എന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്നത് ഒരു വലിയ ഡെവലപ്മെൻറ്റാണ്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരായിട്ടുള്ള ദലിത് ആദിവാസി വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ ആകർഷിക്കുകയും അവരുടെ ഇടയിൽ ഒരു പ്രതീക്ഷ ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് ജാനുവിനോടൊപ്പം കുറേയധികം ദലിതരും ആദിവാസികളും രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നമുക്ക് സ്വാഭാവികമായും മുന്നോട്ട് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അത് എത്രത്തോളം പൊളിറ്റിക്കൽ മെച്യൂരിറ്റി, ഒരാശയ അടിത്തറ അതിന് പുലർത്താൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ചും ആദിവാസി ഈ ദലിത് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അത്തരം ഒരു പാർട്ടിക്ക് കൃത്യമായ ഒരു ആദർശ അടിത്തറ, ഒരു പ്രത്യയശാസ്ത്ര അടിത്തറ ആവശ്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. രണ്ടാമതായി ഒരു ജനാധിപത്യപരമായ ഒരു ഇൻറ്റേർണൽ ഡെമോക്രസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഒരു പാർട്ടിക്ക് ആവശ്യമാണ്. ജാനു എന്ന ഒരു ഇൻഡിവിജ്വലിനപ്പുറത്തേക്ക് ഒരു ടീം ഓഫ് ലീഡർഷിപ്പിനെ, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ പാർട്ടി ഇനിയും സ്വാഭാവികമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒപ്പം കേരളത്തിലെ ഈ വിഭാഗങ്ങൾ, കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 10.5 അല്ലെങ്കിൽ 11% വരുന്ന SC/ST വിഭാഗങ്ങളെയും ഒപ്പം ഒരു 7-8% വരുന്ന ദലിത് ക്രൈസ്തവരെയും ഉൾക്കൊള്ളാൻ ആ പാർട്ടിക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കേരള ജനസംഖ്യയിലെ 20% അടുത്തു വരുന്ന ദലിത് ആദിവാസി ദലിത് ക്രൈസ്തവ സമൂഹങ്ങൾ അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നങ്ങളെ മുൻഗണനാ അടിസ്ഥാനത്തിൽ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായ നയനിലപാടുകളും സമീപനങ്ങളുമൊക്കെ പാർട്ടി മുന്നോട്ട് വെക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അത് ഇനിയും ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഒരു പാർട്ടിക്ക് അനിവാര്യമായ ശൈലിയിലേക്ക് അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ ഭാവി ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ എന്നെപ്പോലുള്ളവരുടെ വലിയ നിലയ്ക്കുള്ള ധാർമ്മിക പിന്തുണ ജാനു അർഹിക്കുന്നുണ്ട്. ആ പിന്തുണ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ആ പാർട്ടിക്ക് അനുകൂലമായി ഉണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം.